മെനപ്പോസ് എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വലായിട്ട് എല്ലാ മാസത്തിലും വരുന്ന ബ്ലീഡിങ് ഇല്ലെങ്കിൽ മെൻസസ് 12 മാസം തുടർച്ചയായി നിൽക്കുമ്പോഴാണ് നമ്മളതിന് മെനപ്പോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 12 മാസം തുടർച്ചയായി നിൽക്കുന്നതിന് മുമ്പ് മിക്ക സ്ത്രീകൾക്കും അത് ഏഹ്, അതിന്റെ 2-3 മാസത്തിലൊരിക്കലോ 3-4 മാസത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിനാണ് നമ്മൾ പെരിമെനപ്പോസ് എന്ന് പറയുന്നത്. ഇപ്പൊ മെനപ്പോസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും 2 ഓവറിയും ഒരു യൂട്രസും ആണ്. അപ്പോൾ ഈ ഓവറികളുടെ ഫങ്ഷൻ കുറയുമ്പോഴാണ് നമ്മൾ അതിനെ മെനപ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറീസ് സാധാരണമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ എന്ന് നമ്മൾ അതിനെ വിളിക്കും. അപ്പൊ ആ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ അത് പ്രൊഡക്ഷൻ നിൽക്കുമ്പോഴാണ് നമ്മൾ മെനപ്പോസ് എന്ന് പറയണേ. അപ്പൊ യൂഷ്വലി 45 തൊട്ട് 55 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് യൂഷ്വലി മെനപ്പോസ് ഉണ്ടായി വരുന്നത്. അതില് ഒരു റിസർച്ച് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ മെനപ്പോസ് കോമൺ ആയിട്ട് വരുന്നത് ഏകദേശം ഒരു 52 വയസ്സിന്റെ അടുക്കിലാണ്. പക്ഷേ 40 വയസ്സിന് മുമ്പ് തന്നെ ഇങ്ങനെ 12 മാസത്തേക്ക് നമുക്ക് മെൻസസ് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെ പ്രീമച്വർ മെനപ്പോസ് എന്ന് പറയും. അപ്പൊ പ്രീമച്വർ മെനപ്പോസ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ഇപ്പൊ നമ്മുടെ ഒരു സർജറി ചെയ്ത് യൂട്രസ് എടുത്ത് കളഞ്ഞാലോ ഓവറി എടുത്ത് കളഞ്ഞാലോ ഇല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണ സ്ഥലത്തോ ഇല്ലെങ്കിൽ കെമിക്കൽസ് ആയിട്ട് എക്സ്പോഷർ ഉണ്ടെങ്കിലോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ 40 വയസ്സിന് മുമ്പ് തന്നെ മെനപ്പോസ് ആയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ തുടർച്ചയായി വരുന്ന മെൻസസ് 12 മാസത്തിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രീമച്വർ മെനപ്പോസ് എന്ന് പറയും. പെരിമെനപ്പോസ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ 45 തൊട്ട് 55 വയസ്സ് വരെയാണ് നമ്മൾ യൂഷ്വലി മെനപ്പോസ് കണ്ടുവരുന്നത്. പക്ഷേ ഈ മെനപ്പോസ് നമ്മൾ ആവുന്നതിന് മുമ്പുള്ള കുറച്ച് വർഷങ്ങൾ എന്ന് വെച്ചാൽ 4 തൊട്ട് 8 വരെയുള്ള വർഷങ്ങളിൽ നമുക്ക് ഇത് മെനപ്പോസിന്റെ പല സിംറ്റങ്ങളും കാണുവാനിടയാവും. അപ്പൊ ആ ഒരു സമയത്തെയാണ് നമ്മൾ പെരിമെനപ്പോസൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സമയത്ത് ആ, നമുക്ക് പല ചേഞ്ചസ് ഉണ്ടാവും. മെനപ്പോസിൽ നമ്മൾ അനുഭവിക്കുന്ന അതേ കുറെ ചേഞ്ചസ് ഈ പെരിമെനപ്പോസൽ ഏജ് ഗ്രൂപ്പിലും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പെരിമെനപ്പോസൽ ഏജ് ഗ്രൂപ്പിൽ പീരിയഡ്സ് റെഗുലർ ആവണമെന്നില്ല. ഒരു ഇറഗുലർ ആയിട്ട് 2-3 മാസത്തിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഈ മെനപ്പോസിൽ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ടുകൾ ഈ സമയത്തും അനുഭവിക്കാം. അപ്പൊ ഈ പെരിമെനപ്പോസൽ ഏജ് ഗ്രൂപ്പിൽ സ്ത്രീകൾ അനുഭവിക്കുന്നതും മെനപ്പോസൽ ഏജ് ഗ്രൂപ്പിൽ സ്ത്രീകൾ അനുഭവിക്കുന്നതും പിന്നെ മെനപ്പോസ് കഴിഞ്ഞിട്ട് പോസ്റ്റ് മെനപ്പോസൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയും. ആ ഈ 3 ഏജ് ഗ്രൂപ്പിലും അനുഭവിക്കുന്നതായ പല സിംറ്റംസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഇപ്പൊ ആന്റി പറഞ്ഞ മാതിരി തന്നെ കുറെ ആൾക്കാരിൽ ഡിപ്രഷനും ആൻസൈറ്റിയും കാണാൻ പറ്റും. മുടി കൊഴിച്ചിൽ കാണാൻ പറ്റും. പെട്ടെന്ന് ചൂടെടുക്കണ മാതിരി തോന്നും. പിന്നെ നമ്മുടെ അസ്ഥികളിലെല്ലാം ഇങ്ങനെ ബോൺ ലോസ് ഉണ്ടാവാം. പിന്നെ നമ്മുടെ നഖരകൾ ചർമ്മങ്ങളിലെല്ലാം വ്യത്യാസങ്ങൾ വരാം. നമ്മുടെ വെയിറ്റിൽ വ്യത്യാസങ്ങൾ വരാം. സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. പിന്നെ നമ്മുടെ കണ്ണും വായെല്ലാം ഡ്രൈ ആവുന്ന മാതിരി തോന്നാം. ഇങ്ങനെ പല സിംറ്റംസും ഈ ഏജ് ഗ്രൂപ്പിൽ കാണാൻ പറ്റുന്നതാണ്. ഇതെല്ലാം വളരെ സാധാരണമാണ്. ഈ ഓവറിയസിന്റെ ഫങ്ഷൻ കുറയുന്നത് കൊണ്ടാണ് ഇതെല്ലാം കാണാൻ പറ്റുന്നത്. എന്താന്ന് വെച്ചാൽ നോർമലി നമുക്ക് ഈ 2 ഹോർമോൺസ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഇതെല്ലാം ഇങ്ങനത്തെ ചേഞ്ചസ് വരാതെ ഇരിക്കാൻ തടയുന്നതാണ്. അപ്പൊ ഈ ഹോർമോൺസിന്റെ ലെവൽസ് കുറയുമ്പോഴാണ് ഈ ചേഞ്ചസ് വരുന്നത്. അപ്പൊ നമുക്കിനി ഓരോന്നോരോന്നായി ഈ ചേഞ്ചസിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതാണ് ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചൂടെടുക്കണ മാതിരി തോന്നും, വേർപ്പ് വരുന്നതായിട്ട് തോന്നും. അത് ഏറ്റവും കൂടുതൽ ഇപ്പം മുഖം, കഴുത്ത്, പിന്നെ നമ്മുടെ നെഞ്ചിന്റെ ഏരിയയിൽ
ചുമന്നു വരുന്നതും ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേർപ്പ് വരുന്ന മാതിരിയും ഭയങ്കരമായിട്ട് ചൂടെടുക്കണ മാതിരിയും നമുക്ക് തോന്നാം. ഇല്ലെങ്കിൽ ചിലർക്ക് അത് കിടക്കാൻ നേരത്തായിരിക്കും. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വേർത്ത് ഈവൻ ബെഡ്ഷീറ്റ്സ് വരെ നനയുന്ന രീതിയിൽ വേർപ്പ് ഉണ്ടാവും ചിലവർക്ക്. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുകൾ കാരണം തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പിന്നെ ഇമോഷണലിയും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഹോട്ട് ഫ്ലഷസ് കാരണം. ഈ ഹോട്ട് ഫ്ലഷസ് എന്തുകൊണ്ടാണ് ഉണ്ടാവണേന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണും ആണ് നമ്മുടെ ബ്രെയിനിൽ ഒരു തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഒരു സെന്റർ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ടെമ്പറേച്ചർ ഇപ്പൊ തണുപ്പാണെങ്കിൽ തണുപ്പ്, ഇല്ലെങ്കിൽ ചൂടാണെങ്കിൽ ചൂട്, ക്ലൈമറ്റിന്റെ അനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സെന്റർ ഉണ്ട്. അതിനെ ഈസ്ട്രജനും എന്താ റെഗുലേറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോൺ കുറയുന്നത് കൊണ്ട് തന്നെ ആ ബ്രെയിനിലുള്ള ആ സെന്ററിന് ഈ ക്ലൈമറ്റിക് ചേഞ്ചസ് ഇല്ലെങ്കിൽ ചൂടും തണുപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് തന്നെ ചൂടെടുക്കുകയും പെട്ടെന്ന് ഭയങ്കരമായിട്ട് ചൂടെടുക്കുകയും സ്വെറ്റിങ്ങും അങ്ങനത്തെ അസ്വസ്ഥതകൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം എന്ന് വെച്ചാൽ ഇത് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ അഡ്വൈസ് ആണ്. അപ്പൊ അവർ പറയുന്ന നമ്മൾ ലേയേഴ്സ് ആയിട്ട് ഡ്രസ്സ് ചെയ്യണം എന്ന് വെച്ചാൽ പല ലേയേഴ്സ് തുണികൾ ഇടണം. ഇപ്പൊ പോളിസ്റ്റർ മാതിരിയോ വളരെ ചൂടെടുക്കുന്ന ടൈപ്പുള്ള മെറ്റീരിയലിലെ തുണികൾ നമ്മൾ ഇടാതെ സൂക്ഷിക്കുവാനും കോട്ടൺ ആയിട്ടുള്ള തുണികൾ ഏറ്റവും കൂടുതൽ ഇടാൻ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിന് ലേയേഴ്സ് ആയിട്ട് തുണി എടുക്കുമ്പോൾ എന്താവും എന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിനിന് കുറച്ചും കൂടെ ആ തെർമോസ്റ്റാറ്റിക് റെഗുലേഷനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അഥവാ ഇങ്ങനത്തെ ഹോട്ട് ഫ്ലഷസ് അത് ഇട്ട് കഴിഞ്ഞിട്ടും വന്നു കഴിഞ്ഞാൽ ഒരു ലെയർ ഓഫ് തുണി നമുക്ക് ഊരാം. ലേയേഴ്സ് ആയിട്ട് ഊരുമ്പോൾ അത് ഒത്തിരി എക്സ്ട്രീം ആയിട്ട് അത് പോകത്തില്ല. പിന്നെ ഓരോരുത്തർക്കും ഈ ഹോട്ട് ഫ്ലഷസ് ഇല്ലെങ്കിൽ ഈ പെട്ടെന്ന് ചൂടെടുക്കുന്ന ഈ അനുഭവം ഓരോരോ ട്രിഗേഴ്സ് കാരണമായിരിക്കും. ചിലവർക്ക് ഇങ്ങനെ കോഫി കുടിക്കുമ്പോൾ ഇല്ലെങ്കിൽ കാപ്പി കുടിക്കുമ്പോൾ ഇല്ലെങ്കിൽ ചായ കുടിക്കുമ്പോഴൊക്കെ ആയിരിക്കും. ഇല്ലെങ്കിൽ എന്താ വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡ്സ് ഈ എരിവ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ചൂടാവണം. അപ്പൊ നമ്മൾ ഒരു ഡയറിയിൽ ഇങ്ങനത്തെ പെട്ടെന്ന് ചൂടെടുക്കണ ഇപ്പൊ ഇങ്ങനത്തെ അനുഭവങ്ങൾ വരുമ്പോൾ ഇത് എപ്പോഴാ വരുന്നത്, ഇതിനു മുമ്പ് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഇല്ലെങ്കിൽ ഈ ദിവസത്തിൽ എനിക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിരുന്നോ. ചിലർക്ക് ഇത് ഒത്തിരി സ്ട്രെസ് അനുഭവപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഹോട്ട് ഫ്ലഷസ് വരുന്നത്. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമായാണ് ഇത് അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ ഹോട്ട് ഫ്ലഷസ് അനുഭവപ്പെടുന്ന ആ സമയത്ത് നമ്മൾ ഒരു ഡയറിയിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതിനു മുമ്പ് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന എന്താണോ അതിനെ അവോയ്ഡ് ചെയ്യാം. അപ്പൊ കോമൺ ആയിട്ട് കുറെ ആൾക്കാരിൽ റിസർച്ച് ചെയ്തപ്പോൾ കാപ്പി, ചായ, പിന്നെ ഇങ്ങനെ എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴാണ് കോമൺ ആയിട്ട് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ ഈ ഹോട്ട് ഫ്ലഷസ് ഒരുപക്ഷെ നമുക്ക് അത്ര ഭയങ്കരമായിട്ട് അനുഭവപ്പെടില്ല. പിന്നെ എപ്പോഴും ഒരു ഐസ് പാക്ക് റെഡി ആയിട്ട് വെക്കുക. പിന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കുക. പിന്നെ ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് വരുന്നതിന് മുമ്പ് ഇപ്പൊ ഹോട്ട് ഫ്ലഷസ് ഇങ്ങനെ വരുവാന്ന് വെച്ചോ, അപ്പൊ തന്നെ തണുത്ത വെള്ളമോ ഇല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇത് തുടങ്ങാൻ നേരത്തെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ ബോഡി കുറച്ച് കൂളാവും. അപ്പൊ ഈ ഹോട്ട് ഫ്ലഷസ് വരുന്നതിന്റെ ഇത് എക്സ്ട്രീമിറ്റി കുറയുന്നതായിരിക്കും. അടുത്തതായിട്ട് കുറെ കാണുവാൻ പറ്റുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അസ്ഥികളുടെ ഡെൻസിറ്റി കുറയും, അസ്ഥികളുടെ ബലം കുറയുന്നതിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെനപ്പോസിൽ ഇല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിൽ പെരിമെനപ്പോസൽ വിമനിലും സ്ത്രീകളിലും കാണാൻ പറ്റും. അപ്പോൾ മെയിൻലി ഇങ്ങനെ അസ്ഥികളുടെ ബലം കുറയണത് എന്താന്ന് വെച്ചാൽ വിറ്റമിൻ ഡിയും കാൽഷ്യവും കുറയുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത് കുറയുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ നമ്മുടെ സ്പൈൻ ഇല്ലെങ്കിൽ നട്ടില്
ഇങ്ങനെ ഓരോരോ കട്ടകൾ പോലെയാണ്. ഇപ്പൊ ഇതൊരു കട്ടയാണെങ്കിൽ ഇതിന്റെ പുറത്തൊരു കട്ട, അങ്ങനെ. അപ്പൊ നമ്മുടെ ഒരു സ്പൈനിന്റെ ഡെൻസിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഒന്നിന്റെ മേൽ ഒന്ന് ഇങ്ങനെ അടിയാൻ സാധിക്കും. അപ്പൊ എന്താവും, നമ്മുടെ ഹൈറ്റിൽ നമുക്ക് വ്യത്യാസം വരും. പിന്നെ ഇത് ഈ സ്പൈൻ ഇങ്ങനെ കംപ്രസ് ആവുമ്പോൾ ഞരമ്പുകളിൽ തൊട്ട് നമുക്ക് സയാറ്റിക്ക, ഇല്ലെങ്കിൽ നടുവേദന, അങ്ങനെ പല വേദനകൾ ഉണ്ടാവാം. അപ്പോൾ പിന്നെ ബോണ്ട് ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട് ഫ്രാക്ചറിന്റെ റിസ്ക് ഒത്തിരി കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്താ ചെറുതായിട്ടൊന്ന് വീണാൽ പോലും ഒരു ഫ്രാക്ചർ ഉണ്ടാവാൻ സാധിക്കും. എന്ന് വെച്ചാൽ പണ്ടൊക്കെ വീഴുമ്പോൾ ഒട്ടും എന്താ ഒന്നും പറ്റാത്ത സെയിം വീഴ്ചയിൽ നമുക്ക് ഒത്തിരി ഫ്രാക്ചറിന്റെ റിസ്ക് കൂടും. എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് വീണാലും ഓസ്റ്റിയോപോറോസിസ് ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്രാക്ചറിന്റെ റിസ്ക് കൂടുന്നതായിരിക്കും. പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാവാം. അപ്പോൾ ഓസ്റ്റിയോപോറോസിസിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം തന്നെ കാൽഷ്യം വിറ്റമിൻ ഡിയും മെനപ്പോസൽ വിമൻ എന്തായാലും എടുക്കേണ്ടതാണ്. കാൽഷ്യം വിറ്റമിൻ ഡിയുടെ ലെവൽസ് ബ്ലഡ് ടെസ്റ്റ് വഴി അറിയാം. അപ്പോൾ കാൽഷ്യം വിറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് എടുക്കാം. പിന്നെ എക്സസൈസ് ചെയ്യണം. അപ്പോൾ അതൊരു ചെറുതായിട്ട് തുടങ്ങിയാൽ മതി. എന്താ ചെറുതായിട്ട് വാക്കിങ്ങിന് പോവാനോ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ കുറച്ചധികം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുന്നതും നല്ലതാണ്. ഇങ്ങനെ വെയിറ്റ് ലിഫ്റ്റിങ്ങോ അങ്ങനത്തെ എക്സസൈസും നല്ലതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ വീഴ്ചകളെ പ്രിവെന്റ് ചെയ്യണം. ബാത്റൂമിലാണെങ്കിലും ഇപ്പോ വളരെ പ്രായമായവര് ഹാൻഡിൽസ് വെക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഫ്രിക്ഷൻ ആയിട്ടുള്ള മാറ്റ്സ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ തന്നെ ഒത്തിരി സ്മൂത്തായി ഇരിക്കാതെ തന്നെ കുറച്ച് എന്താ ഫ്രിക്ഷൻ ആയിട്ടുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എന്താന്ന് വെച്ചാൽ ഓസ്റ്റിയോപോറോസിസിന്റെ തുടക്കത്തിലാണെങ്കിലും വീഴ്ചകളിലെ ഫ്രാക്ചറുകൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ എപ്പോഴും ഒരു ന്യൂട്രീഷൻ ഏറ്റവും നല്ലതായിരിക്കണം. അപ്പൊ വിറ്റമിൻ ഡിയും കാൽഷ്യവും റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ചിലതാണ് പാല്, തൈര്, പിന്നെ ചീര എന്നിവ എന്താ ഫുഡ്സ് നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ എക്സസൈസും നന്നായി ചെയ്യണം. പിന്നെ ഇനി ഞാൻ സംസാരിക്കാൻ പോണതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത്. ഈ ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻ കാരണം തന്നെ കുറെ ആൾക്കാരിൽ മെന്റൽ ഹെൽത്തിന്റെ ഒത്തിരി ഇഷ്യൂസ് കോമൺ ആണ്. പക്ഷേ എല്ലാരും വിചാരിക്കും എന്താ അവര് മാത്രമാണ് നമ്മളിതിൽ ഒറ്റയ്ക്കാണെന്നുള്ളൊരു വിചാരം ഉണ്ടാവും. പക്ഷെ അത് ഒരിക്കലും പാടില്ല. എന്താന്ന് വെച്ചാൽ പകുതിയിലേറെ സ്ത്രീകൾ മെനപ്പോസിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനത്തെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ്. അപ്പോൾ എന്തൊക്കെയാണ് യൂഷ്വലായിട്ട് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ചിലർക്ക് സങ്കടം വേഗം വരും. ഇങ്ങനെ ഇപ്പൊ ചെറിയ കാര്യത്തിലാണെങ്കിലും ദേഷ്യം വരാനുള്ള സാധ്യതകൾ. പിന്നെ ആൻസൈറ്റി അറ്റാക്സ് ഇല്ലെങ്കിൽ പാനിക് അറ്റാക്സ് വരാൻ സാധ്യതകളുണ്ട്. പിന്നെ മൂഡ് ഒത്തിരി പെട്ടെന്ന് തന്നെ എന്താ സങ്കടം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സന്തോഷം വരുന്നു. പിന്നെ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഉള്ള ഒരു സെൽഫ് എസ്റ്റീം കുറയുന്നു. എന്ന് വെച്ചാൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫ് എസ്റ്റീം കുറയുന്നതും, പിന്നെ പഴയ മാതിരി തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ ഇല്ല. പണ്ട് താല്പര്യം ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറ്റായ്മ, ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ. അപ്പൊ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ തന്നെ എന്താ ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സങ്കടം വരുന്നത്, ഇല്ലെങ്കിൽ എപ്പോഴും ഉറങ്ങാൻ തോന്നും, അങ്ങനത്തെ കാര്യങ്ങൾ. ആൻസൈറ്റി അറ്റാക്സ് വരുമ്പോൾ എന്ന് വെച്ചാൽ, ആൻസൈറ്റി അറ്റാക്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്തിനെ കുറിച്ച് ഒത്തിരി ഇങ്ങനെ വറി ചെയ്തിരിക്കുവാണ്. വറി ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കൂടുന്നതും കയ്യിൽ മരവിപ്പും തോന്നും. പിന്നെ ഇങ്ങനെ മൊത്തമായിട്ട് വേർക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ആൻസൈറ്റി അറ്റാക്സ് ഇല്ലെങ്കിൽ പാനിക് ഡിസോർഡർ എന്ന് പറയണേ. പിന്നെ ബ്രെയിൻ ഫോഗ് വരാം. ബ്രെയിൻ ഫോഗ് ഇതും ഈ ഹോർമോൺസ് കുറയുന്നത് കൊണ്ട്, ഈസ്ട്രജൻ എസ്പെഷ്യലി കുറയുന്നത് കൊണ്ട് തന്നെയാണ് ബ്രെയിൻ ഫോഗ് വരുന്നത്. ബ്രെയിൻ ഫോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ഒന്നിലും ശ്രദ്ധ വെക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആവുന്നു, ഇല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഒരു ഫ്രോസൺ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാതിരി ഇരിക്കുന്നു. അങ്ങനെ പിന്നെ മറവി ഒത്തിരിയായിട്ട് കൂടും. അങ്ങനെ എല്ലാ ചില ബുദ്ധിമുട്ടുകളാണ് മാനസിക ആരോഗ്യത്തിൽ മെനപ്പോസിൽ കൂടെ കടന്നു പോകുന്ന, ഇല്ലെങ്കിൽ മെനപ്പോസ് അടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ചില ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ചിലർക്ക് ഈ ആൻസൈറ്റി അറ്റാക്സ് വരുന്നത് തന്നെ, ഇല്ലെങ്കിൽ ഈ ഡിപ്രഷൻ വരുന്നത് തന്നെ അവരിതിൽ ഒറ്റയ്ക്കാണെന്നുള്ളൊരു വിചാരം കൊണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒറ്റയ്ക്കല്ല എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഒരു സർവേ എടുത്തു കഴിഞ്ഞപ്പോൾ 10 സ്ത്രീകൾ മെനപ്പോസിൽ കൂടെ പോകുന്നവരിൽ 9 പേർക്ക് തന്നെ മാനസിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അമ്പത്തെ 58% ആൾക്കാർക്ക് ഈ ആൻസൈറ്റിയുടെ ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നു ഒരു സർവേ ചെയ്തപ്പോൾ. 45-നും 55-നും ഇടയ്ക്കുള്ള സ്ത്രീകളിലാണ് ഈ സർവേ ചെയ്തത്. അപ്പൊ അതില് 88% ആൾക്കാർക്കും ഈ ബുദ്ധിമുട്ടുകൾ, ആൻസൈറ്റിയുടെ ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നു. 62% എന്ന് വെച്ചാൽ പകുതിയിൽ ഏറെ ആൾക്കാർക്ക് ഡിപ്രഷന്റെ സിംറ്റംസും കണ്ടു. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ ആൻസൈറ്റിയുടെ സിംറ്റംസ് ആണ് പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കൂടുന്ന മാതിരി തോന്നുക. പിന്നെ നോസിയ എന്ന് വെച്ചാൽ ഇങ്ങനെ തല ഇറങ്ങുന്ന മാതിരിയോ, പെട്ടെന്ന് കിടക്കണം എന്ന് തോന്നും. പിന്നെ സ്വെറ്റിംഗ്, വേർപ്പ് ഒത്തിരി കൂടുതൽ വരുന്നു. വായൊക്കെ ഉണങ്ങിയ മാതിരി തോന്നും. നെഞ്ചിന് വേദന ഇല്ലെങ്കിൽ തലവേദന. ഇതൊക്കെയാണ് ആൻസൈറ്റി അറ്റാക്ക് ഇല്ലെങ്കിൽ പാനിക് അറ്റാക്കിന്റെ സിംറ്റംസ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുക. ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും ഓരോരോ ടാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് പാടാനായിരിക്കും, ചിലർക്ക് എഴുതാനായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും പെയിന്റ് ചെയ്യാനായിരിക്കും. അങ്ങനെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരു ടാലൻസ് തന്നിട്ടുണ്ട് ദൈവം. അപ്പൊ ആ ടാലൻസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞ് ഒരു ഹോർമോൺ റിലീസ് ആവും, സെറട്ടോണിൻ റിലീസ് ആവും. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിലെ ഹോർമോൺസ് ആണ്. അപ്പൊ ഇതൊക്കെ റിലീസ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്താ, ഡിപ്രഷനെ, ആൻസൈറ്റി അറ്റാക്സിനെ എല്ലാം എതിരേൽക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സിംറ്റംസ് എല്ലാം ഏകദേശം 2 വർഷത്തോളം ഇല്ലെങ്കിൽ ചിലർക്ക് അതിലധികവും ആയിട്ട് കാണപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും തന്നെ കടന്നു പോകുന്ന ഒരു ഇതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ബോഡി ഒരു വലിയ ചേഞ്ചിൽ കൂടെ തന്നെയാണ് പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങൾ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ഓവറീസ് തന്നെ ഇപ്പൊ പെട്ടെന്ന് ഫങ്ഷൻ അത്രയും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും ചേഞ്ചസ് വരുന്നത്. അപ്പൊ നമ്മൾ അതിനെ എന്താ, ഇപ്പൊ തന്നെ എല്ലാം ശരിയാവണം, ഇപ്പൊ തന്നെ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിക്കുന്നു, അങ്ങനെയൊന്നും വിചാരിക്കാതെ ഇത് എന്റെ ബോഡി ഇത്രയും വലിയൊരു ചേഞ്ചിൽ കൂടെ പോവാണ്. അപ്പൊ ഞാനും ഇതിനൊപ്പം സ്ലോ ആയിട്ട് ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിൽ കൂടെ നമ്മൾ ചിന്തിക്കണം. പിന്നെ ഉറക്കം, നമ്മൾ റെഗുലർലി ഒരു സ്ലീപ്പ് ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്. കൃത്യമായിട്ട് ഒരു സമയത്ത് ഉറങ്ങുവാനും കൃത്യമായിട്ട് ഒരു സമയത്ത് എഴുന്നേൽക്കുവാനും ഉറക്കം ശരിയായി കിട്ടുവാനും ഏകദേശം ഒരു 8 മണിക്കൂർ ആവറേജ് ആയിട്ട് ഉറങ്ങുവാനും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സിംറ്റംസ് കുറയുന്നതായിരിക്കും. ഇനി ഇതൊന്നും ചെയ്തിട്ടും നമ്മുടെ സിംറ്റംസ് ഒന്നും കുറയുന്നില്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്താ, മെഡിക്കൽ ഇല്ലെങ്കിൽ കൗൺസിലിംഗ് ഹെൽപ്പ് നമുക്ക് സീക്ക് ചെയ്യാം. അപ്പോൾ ബൈബിളിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അപ്പൊ നമുക്ക് എന്ത് ചിന്താകുലങ്ങളാണെങ്കിലും കർത്താവ് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ. അതിപ്പോ എത്ര ഭാരപ്പെട്ടതാണെങ്കിലും, ഇപ്പൊ എത്ര എന്താ, അതിനകത്ത് ഒരു സൊല്യൂഷൻ ഇല്ലെന്ന് നമുക്ക് തോന്നുവാണെങ്കിലും ദൈവത്തിന്റെ മേൽ നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും നമുക്ക് ഇട്ടുകൊള്ളാം. അപ്പോ
പ്രാർത്ഥനയിൽ കൂടെ ആണെങ്കിലും ഇപ്പൊ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി തന്നെ നല്ലതാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മെനപ്പോസിന്റെ ചേഞ്ചസ് കൂടെ കടന്നു പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് സംസാരിക്കാനായിട്ടായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ചേഞ്ചസിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും ഐസൊലേറ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കാനോ ആ, ഇത് എന്താ ഒറ്റയ്ക്കിരുന്ന് ഇതിൽ കൂടെ പോവുക, ഡിപ്രഷനിൽ കൂടെ പോകുമ്പോഴല്ല ഒരാളോട് ഒരാളായി ഒരാളോടോ ഒരു കമ്മ്യൂണിറ്റീനോടോ സംസാരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഇതേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരും ഇതിൽ കൂടെ തന്നെ കടന്നു പോവും പോവണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി എപ്പോഴും നല്ലതാണ്. പിന്നെ പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിനോട് നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും ദൈവത്തോട് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ദൈവം തന്നെ നമുക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം നമുക്ക് തരും. പിന്നെ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നതാണ് യൂറോജെനൈറ്റൽ എട്രോഫി എന്ന് പറയും. എന്ന് പറയുന്നത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന ആ സ്ഥലത്തുള്ള മസിൽസ് എല്ലാം കുറച്ച് വീക്ക് ആവും ഈ ഏജ് ഗ്രൂപ്പിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സിംറ്റംസ് ആണ് ബ്ലാഡർ ലീക്കേജ്, ഇല്ലെങ്കിൽ യൂറിൻ ഇങ്ങനെ ലീക്ക് ആവുന്ന സിംറ്റംസ്. അപ്പോൾ ഈ മെനപ്പോസിൽ കൂടെ കടന്നു പോകുന്ന മൂന്നിൽ ഒരാൾ ഈ സിംറ്റംസ് ിൽ കൂടെ പോവും. എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ യൂറിൻ പാസ്സായി പോകുന്നതാണ് ഈ ബ്ലാഡർ ലീക്കേജ് എന്ന് പറയുന്നത്. അതിൽ പല ടൈപ്സ് ഓഫ് ബ്ലാഡർ ലീക്കേജ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇനിയും വിശദീകരിക്കാം. ആ, പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ ചാൻസസ് കുറെ കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പനിയോ മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും അതിനു വേണ്ടിയുള്ള മരുന്നുകൾ എടുക്കേണ്ടതാണ്. പിന്നെ ആ ഒരു മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇച്ചിങ്ങോ ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തോന്നും. അപ്പൊ അവിടെ ചൊറിച്ചിലോ അങ്ങനത്തെ എല്ലാം ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നമ്മൾക്ക് മൂത്രമൊഴിക്കാൻ പോകുന്ന സമയത്തല്ല, അല്ലാതെ തന്നെ മൂത്രം അറിയാതെ തന്നെ പാസ് ചെയ്യുന്നതിനെയാണ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ പല ടൈപ്സ് ഓഫ് ഇൻകോണ്ടിനൻസ് ഉണ്ട്, അല്ലെങ്കിൽ പല തരത്തിലുള്ള ഇൻകോണ്ടിനൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തേതാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഇല്ലെങ്കിൽ ചിരിക്കുമ്പോഴോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മൂത്രം അറിയാതെ പോകുന്നതിനെയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണമാണ് അർജ് ഇൻകോണ്ടിനൻസ്. അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടി ഇങ്ങനെ നമ്മൾ വാഷ്റൂമിലേക്ക് പോവാണ്. പക്ഷെ വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് തന്നെ മൂത്രം അറിയാതെ പോകുന്നു. ഇതിനെയാണ് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലാഡർ ഫില്ലായി കഴിയുമ്പോൾ തന്നെ ഇൻവോളണ്ടറി ആയിട്ട് ഇല്ലെങ്കിൽ അറിയാതെ തന്നെ മൂത്രം പോകുന്നു. അപ്പൊ യൂഷ്വലി ഈ ഒരു മസിലും ഈ ഒരു മസിൽ ആണ് ഈ യൂറിൻ പോകുന്നത് കൺട്രോൾ ചെയ്യണത്. പക്ഷേ ഈ മെനപ്പോസൽ ഏജ് ഗ്രൂപ്പിൽ ഈ മസിൽസ് എല്ലാം വീക്ക് ആവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഫുൾ ബ്ലാഡർ എന്ന് പറയുമ്പോൾ അറിയാതെ തന്നെ മൂത്രം പോകുന്നത്. പിന്നെ ഒരു ന്യൂറോജനിക് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് നമ്മുടെ നെർവ്സിന് വീക്കേജ് തട്ടുമ്പോഴാണ് ന്യൂറോജനിക് ഇൻകോണ്ടിനൻസ് നേരിടുന്നത്. അപ്പോൾ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസിന് നമുക്ക് റെഗുലർലി വാഷ്റൂം യൂസ് ചെയ്യേണ്ട സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് ഒരു പരിധി വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ രണ്ട് ടൈപ്പ് ഓഫ് ഇൻകോണ്ടിനൻസിന്റെ ട്രീറ്റ്മെന്റ് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ഒരു കീഗിൾസ് എക്സസൈസ് എന്ന് പറഞ്ഞ ഒരു എക്സസൈസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ കീഗിൾസ് എക്സസൈസിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തൊടയിലുള്ള മസിലോ അതോ വയറിലുള്ള മസിൽസ് ഒന്നും അല്ല. പെൽവിക് ഫ്ലോർ മസിൽസ് ഏതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൂത്രം ഒഴിക്കാൻ നേരത്ത് പെട്ടെന്ന് നമ്മൾക്ക് മൂത്രം പിടിച്ചു വെക്കണമെങ്കിൽ നമ്മൾ ഒരു മസിൽ ഉപയോഗിക്കും. ആ മസിൽസിനെയാണ് പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആ മസിൽസിന് ഒരു 3 സെക്കൻഡ് എങ്കിലും നമ്മൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് റിലീസ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം രാവിലെയും രാത്രിയും ചെയ്തു കഴിഞ്ഞാൽ ആ മൂത്രം പിടിച്ചു വെക്കുന്ന മസിൽസ് കുറച്ചും കൂടെ സ്ട്രോങ് ആവും. അപ്പൊ ഇതിനെയാണ് കീഗൽസ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പിടിച്ചു വെക്കുന്നതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു പോസിൽ കൂടെ ചെയ്തു കഴിഞ്ഞാൽ
കുറച്ചും കൂടെ മസിൽസ് സ്ട്രെങ്ത് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ആദ്യം തന്നെ 10 പ്രാവശ്യം ഇല്ലെങ്കിൽ 20 പ്രാവശ്യം ഒരു ദിവസത്തിൽ ചെയ്യണമെന്നില്ല. ആദ്യം ഒരു 2 3 പ്രാവശ്യം ആ, നമുക്ക് ചെയ്തു തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഒരു പിന്നെ അത് കൂട്ടി കൂട്ടി ഏകദേശം 10 പ്രാവശ്യം ഒരു ദിവസത്തിൽ രാവിലെയും രാത്രിയും ആയിട്ട് ചെയ്യാം. പിന്നെ അടുത്തതാണ് ബ്ലാഡർ ട്രെയിനിങ്. ബ്ലാഡർ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം പോകുന്നത് എത്രത്തോളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രയും കൺട്രോൾ ചെയ്യണം. പിന്നെ ഓരോ ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിൽ കൃത്യമായിട്ട് മൂത്രമൊഴിക്കാൻ പോകുന്നതിനെയാണ് ബ്ലാഡർ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി ഇത് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഈ ഹോർമോണിന്റെ തന്നെ ഒരു ക്രീം കിട്ടും. ആ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന് എന്താ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ബ്ലാഡർ ട്രെയിനിങ്ങിന്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. കീഗൽസ് എക്സസൈസ്. അപ്പൊ ഇത് കണ്ടോ, ഇങ്ങനെ ആ മസിൽസ് ചുരുക്കി 3 സെക്കൻഡെങ്കിലും ഇങ്ങനെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ കാല് മടക്കി ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ എക്സസൈസ്. പിന്നെ നാലാമതായിട്ട് ഇങ്ങനത്തെ എക്സസൈസ്. അപ്പൊ ഇത് നമ്മൾ യൂട്യൂബിൽ ജസ്റ്റ് കീഗൽസ് എക്സസൈസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടാവുന്നതാണ്. അപ്പൊ ഇതൊരു അറ്റ്ലീസ്റ്റ് ഒരു 10 പ്രാവശ്യം രാവിലെയും രാത്രിയും ഒരു 10 പ്രാവശ്യം വീതം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അവിടത്തെ ഉള്ള മസിൽസ് സ്ട്രെങ്തൻ ആവും. എന്താന്ന് വെച്ചാൽ ഈ ഒരു ബുദ്ധിമുട്ട് കുറേ സ്ത്രീകൾ, മൂന്നിൽ ഒരാൾക്കും മെനപ്പോസിൽ കൂടെ പോകുന്ന ആ, 3 സ്ത്രീകളിൽ ഒരാൾക്കെങ്കിലും ഇത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ്. എസ്പെഷ്യലി ഡെലിവറി എന്താ വെജൈനൽ റൂട്ടിൽ കൂടെയാ നടന്നെങ്കിൽ ഇതിന് കുറേം കൂടെ ചാൻസസ് ഉണ്ട് ഇങ്ങനത്തെ ഇൻകോണ്ടിനൻസ് ആവാനായിട്ട്. ഇനി വേറെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. പ്രൊലാപ്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ യൂട്രസിന്റെ ടിഷ്യൂ ആ പാസേജിൽ കൂടെ ഇറങ്ങി വരുന്നത് തന്നെയാണ് നമ്മൾ പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് യൂട്രസ്, ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡർ, പിന്നെ ഇതാണ് വെജൈന അല്ലെങ്കിൽ ആ പാസേജ്. അപ്പൊ ഈ യൂട്രസ് ഈ പാസേജിൽ കൂടെ ഇറങ്ങി വരുന്നതിനെയാണ് പ്രൊലാപ്സ് എന്ന് പറയണത്. കണ്ടോ, ഇവിടെ ആ യൂട്രസ് ഈ പാസേജിൽ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് പ്രൊലാപ്സ് എന്ന് പറയണത്. അപ്പൊ പ്രൊലാപ്സിന്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ചിലപ്പോ ഒരു എന്താ ഒരു ദശമാതിരി നമുക്കിങ്ങനെ അവിടെ എന്തോ ഒരു ദശമാതിരി നമുക്ക് തോന്നും. ഇല്ലെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കാൻ നേരത്തെ കംപ്ലീറ്റ് ആയിട്ട് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല, ഇല്ല അറിയാതെ മൂത്രം പോകുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കാൻ നേരത്തെ ഒരു ബോളിന്റെ പുറത്ത് ഇരിക്കുന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ്, ഇല്ലെങ്കിൽ നമ്മൾ നടക്കാൻ നേരത്ത് ഇങ്ങനെ ആ നമ്മുടെ വജൈനൽ ടിഷ്യൂ ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ ഒരയണ മാതിരിയുള്ള ഫീലിങ്ങോ, ഇല്ലെങ്കിൽ നമ്മൾ മോഷൻ പാസ് ചെയ്യാൻ നേരത്തെ കംപ്ലീറ്റ് ആയിട്ട് മോഷൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് മോഷൻ പാസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനത്തെ എല്ലാം സിംറ്റംസ് ഉണ്ടാവും. ഇങ്ങനെ പ്രൊലാപ്സിന്റെ സിംറ്റംസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സിംറ്റംസ് ഇതിൽ ഒന്നിലോ രണ്ടിൽ കൂടുതൽ സിംറ്റംസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി പ്രൊലാപ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അഥവാ പ്രൊലാപ്സ് ഉണ്ടെങ്കിൽ അതിന് പറ്റിയതായ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, സർജിക്കൽ ട്രീറ്റ്മെന്റ്സും മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഉണ്ട്. അപ്പൊ അത് എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഹോർമോണൽ ചേഞ്ചസിൽ വരുന്നത് തന്നെ ആയിട്ടുള്ള ഒരു വലിയ ചേഞ്ചസ് ആണ് നമ്മുടെ ഹാർട്ടിനും പിന്നെ രക്തം പോകുന്ന കുഴലുകൾക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ തന്നെ നമുക്ക് ഈ ആ, ഇങ്ങനെ ഹാർട്ടിന് പ്രശ്നം വരാതെ ഇരിക്കാനായിട്ട് എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ ഈ ഹോർമോണിന്റെ ലെവല് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ BP റൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, കൊളസ്ട്രോളിന്റെ ബുദ്ധിമുട്ടുകൾ വരാം, പിന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അങ്ങനത്തെ പല ഇതും വിഷമങ്ങളും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ മെനപ്പോസൽ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ തന്നെ
നമ്മൾ പോയി എന്തായാലും ബി പിയും കൊളസ്ട്രോളും ലെവൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ആ, പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്താ ഹാർട്ടിന്റെ റേറ്റ് കൂടുന്നതോ തല ഇറങ്ങുന്ന മാതിരി എല്ലാം തോന്നിക്കഴിഞ്ഞാലും ഒരു പ്രാവശ്യം ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുടിയിലും നമ്മുടെ ചർമ്മങ്ങളിലും വരുന്ന വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിലുള്ള രോമങ്ങൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. തലമുടി കൊഴിച്ചിൽ ഒത്തിരി അനുഭവപ്പെടാം. സ്കിന്നെല്ലാം ഇങ്ങനെ വരണ്ടു പോകുന്ന മാതിരി തോന്നാം. ആ, പിന്നെ ഈ ഏജിന്റെ തന്നെ ഹോർമോൺസിന്റെ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ ആ, മുഖത്തെല്ലാം ചുളിവ് മാതിരിയും ആ, പിന്നെ സ്കിന്നിന്റെ തിക്നെസ് കുറയുന്നതും പിന്നെ ഇങ്ങനെ പാടുകൾ വരുന്നതെല്ലാം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുഖക്കുരു വരുന്നതും എല്ലാം ഇത് സ്കിൻ ചേഞ്ചസ് ആണ്. സ്കിന്നും മുടിയുടെയും ചേഞ്ചസ് ആണ്. ഇതെല്ലാം ആ, ഈ ഹോർമോണൽ ചേഞ്ചസിന്റെ ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ചില വ്യത്യാസങ്ങളാണ് ഈ ഏജ് ഗ്രൂപ്പിൽ കാണുന്നത്. അപ്പോ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ നമ്മൾ യൂഷ്വലി യവത്വത്തിനെയാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ യൂത്തിനെയാണ് വാല്യൂ ചെയ്യുന്നത്. പക്ഷെ ദൈവം ബൈബിളിൽ സദൃശവാക്യങ്ങൾ 16:31 പറഞ്ഞിട്ടുണ്ട്, നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു, നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാമെന്ന്. അപ്പൊ ബൈബിൾ അതൊരു ഹോണറായിട്ട് തന്നെയാണ് നമ്മള് അത് കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്താം എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ കൺസേൺഡ് ആവേണ്ടത്, ഇല്ലെങ്കിൽ എപ്പോഴാണ് ശരിക്കും ഇത്രയും ഞാൻ പറഞ്ഞ ചേഞ്ചസ് എല്ലാം നോർമലാണ്. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ രണ്ട് ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾ കൺസേൺഡ് ആവേണ്ടത്. ഒന്നാണ് പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ്. പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 12 മാസം തുടർച്ചയായിട്ടും ബ്ലീഡിംഗ് ഇല്ല, ഇല്ലെങ്കിൽ മെനപ്പോസ് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് വഴിയോ കൺഫേം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഡോക്ടറിനെ പോയി കാണേണ്ടതാണ്. എന്താന്ന് വെച്ചാൽ ഈ മിക്കവാറും പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ്ങിലും അങ്ങനെ വറി ചെയ്യാനായിട്ട് ഒന്നുമില്ല. അത് നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രൈനെസ് കാരണോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് വരാം. പക്ഷേ വളരെ ചുരുക്കം കേസസിൽ അത് ക്യാൻസറിന്റെ ആദ്യത്തെ സൈൻ ആയിരിക്കും അങ്ങനെ ബ്ലീഡിങ് വരുന്നത്, വളരെ ചെറിയ കേസസിൽ. അപ്പോ എസ്പെഷ്യലി എന്താ ഫാമിലിയിലോ ഇല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും മുമ്പ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിംറ്റം കാണുമ്പോൾ തന്നെ ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഫുള്ളി ട്രീറ്റബിൾ ആണ്. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആ ക്യാൻസറിനെ നമുക്ക് ഫുള്ളി ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ യൂഷ്വലി എന്ന് വെച്ചാൽ വളരെ ഇങ്ങനെ പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ് അനുഭവിക്കുന്ന വളരെ ചെറിയ കേസസിൽ തന്നെയാണ് ക്യാൻസർ കാണുന്നത്. എന്നാലും നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനത്തെ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴ മാതിരി തോന്നുവാണെങ്കിലും എന്തായാലും ഒരു സ്കാൻ ചെയ്യുകയോ ഡോക്ടറിന്റെ അടുത്ത് കാണുകയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ബ്രസ്റ്റിൽ എങ്ങനെ മുഴയുണ്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില എന്താ വേസ് ആണിത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുളിക്കാൻ നേരത്തോ ഇല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബ്രസ്റ്റിന്റെ ടിഷ്യൂവിൽ ഒരു ബ്രസ്റ്റിൽ മാത്രമായിട്ട് ഇങ്ങനെ ചുളിവോ ഇല്ലെങ്കിൽ നിപ്പിൾസിൽ നിന്ന് എന്തെങ്കിലും പഴുപ്പ് വരികയോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുക. അത് ചേഞ്ചസ് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പോയി കാണിക്കേണ്ടതാണ്. പിന്നെ ഇങ്ങനെ മോളിൽ നിന്ന് തൊട്ട് താഴെ വരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക. പിന്നെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ ബ്രസ്റ്റ് ടിഷ്യൂ ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിയുമ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ കക്ഷത്തിലെ ടിഷ്യൂ തൊട്ട് നോക്കി കഴിയുമ്പോൾ എന്തെങ്കിലും തടുപ്പായിട്ട് തോന്നുവാണെങ്കിൽ എന്തായാലും ഡോക്ടറിനെ പോയി കാണിക്കേണ്ടതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഈ ഫുഡില് നമ്മുടെ ഫുഡിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം, ആ വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഇങ്ങനെ കുറെ ഹോർമോൺസിന്റെ വ്യത്യാസം കൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ചേഞ്ചസ് വരുന്നത്. അപ്പൊ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ തന്നെയാണ് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈസ്ട്രജൻ പോലെയുള്ള പദാർത്ഥങ്ങൾ ചില ഫുഡ്സിലുണ്ട്. ആ ഫുഡ്സ് കഴിച്ചു കഴിയുമ്പോൾ ഈസ്ട്രജനെ മിമിക് ചെയ്യണം, ഇല്ലെങ്കിൽ ഈസ്ട്രജൻ പോലെയുള്ള ഈ പദാർത്ഥങ്ങൾ നമ്മുടെ ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പൊ പച്ചക്കറികളില് ക്യാരറ്റ്സ്, ഇല്ലെങ്കിൽ വെളുത്തുള്ളി, ഉള്ളി, ഫ്രൂട്ട്സിലാണെങ്കിൽ ആപ്പിൾ കഴിക്കാം, ഇല്ലെങ്കിൽ മുന്തിരി, പൊമോഗ്രാനറ്റ്, സ്ട്രോബെറി, പിന്നെ ഗ്രെയിൻസിലെ അരി, വീറ്റ്, പിന്നെ കടല, പിന്നെ സോയാബീൻസ്, പനീർ, പിന്നെ ആൽമണ്ട്സ് എന്നിവയുള്ള എല്ലാ ഫുഡ്സും, ഇങ്ങനത്തെ കുറെ ഫുഡ്സ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഡയറ്റിൽ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഫുഡ്സിൽ നോർമലായിട്ട് എന്താ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ പോലെയുള്ള പദാർത്ഥം, ഹോർമോൺസ് അല്ല, പക്ഷെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ മിമിക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ നമ്മൾ ഒരാളെ മിമിക്രി ചെയ്യുമ്പോൾ അയാളെ പോലെ തന്നെ തോന്നുന്ന മാതിരി ഈ ഫുഡ്സിൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ പോലെ തന്നെയുള്ള ചില പദാർത്ഥങ്ങളുണ്ട്. അത് നമ്മളുടെ അകത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി ഓർക്കും അത് ഈസ്ട്രജൻ ആണ്. അപ്പൊ ഈസ്ട്രജനെ പോലെ അത് ബിഹേവ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഈ ചേഞ്ചസ് എല്ലാം പതിയെ കുറച്ചും കൂടെ കുറവായിട്ട് തോന്നാനുള്ള സാധ്യതകളുണ്ട്. ഇല്ലെങ്കിൽ ഈ സിംറ്റംസിനെ എല്ലാം ഓവർകം ചെയ്യാൻ കുറെ ഹെൽപ്പ് ചെയ്യും ഈ ഫുഡ്സ്. അപ്പോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇത്. ഞാൻ ഈ ഒരു വാക്യം കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും എന്ന് ഞാൻ ചെയ്തിരിക്കുന്നു. ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. യെശയ്യാവ് 46:4. അപ്പൊ ദൈവം അനന്യൻ തന്നെയാ. ദൈവം നമ്മുടെ യൂത്തിൽ ഉണ്ടായിരുന്ന അതേ ദൈവം തന്നെയാണ് ഇന്നും. എന്ത് വാർദ്ധക്യം വരെയും, നമ്മുടെ തല നരയ്ക്കോളം വരെയും ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ദൈവം അന്നും ഇന്നും സെയിം ആണ്. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ദൈവത്തോട് പറയാം. ദൈവം അതിനെല്ലാം ഒരു സൊല്യൂഷൻ തരുന്നത് തന്നെയായിരിക്കും. അപ്പോൾ താങ്ക് യു. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.